അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഫറജ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ ഫറജല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രയാസത്തെ, ദുന്യവിയായ പ്രയാസത്തെ ആരെങ്കിലും നീക്കിയാൽ ഖിയാമത്ത് നാളിലുള്ള അവന്റെ പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കുന്നതാണ്. ദുനിയാവിൽ ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഉള്ള പ്രയാസങ്ങളെ ഒരു മുഅ്മിനായ മനുഷ്യനെ തൊട്ട് ആരെങ്കിലും നീക്കിയാൽ, അതായത് അവന് ആശ്വാസം നൽകിയാൽ, സാമ്പത്തികമായി അവനെ സഹായിച്ചാൽ, ശാരീരികമായി ഉള്ള അസ്വസ്ഥതകൾക്ക് അവനോട് നല്ല വാക്ക് പറഞ്ഞ് സന്തോഷിപ്പിച്ചാൽ, മാനസികമായ പ്രശ്നങ്ങൾക്ക് അവന് സാന്ത്വനമേകിയാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖിയാമത്ത് നാളിലുള്ള എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹു അവനെ കാക്കുന്നതാണ്. ഈ ഹദീസ് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുമ്പോൾ മുഅ്മിനായ ഒരു മനുഷ്യന്റെ പ്രയാസങ്ങളെ നീക്കുന്നതിന്, അവന്റെ പ്രയാസങ്ങളെ മാറ്റുന്നതിന് എന്ത് ത്യാഗവും സഹിക്കാൻ മറ്റു മുഅ്മിനീങ്ങൾ തയ്യാറാകണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് കഅബാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മാ അലമക്കി വഅലമ ശഅനക്കി മാ അത്യബക്കി വഅത്യബ റീഹക്കി. നീ എത്ര ഭയങ്കരമാണ്, നീ എത്ര പരിശുദ്ധമാണ്, കഅബാലയം അത്ര പരിശുദ്ധമാണ്, എത്ര മനോഹരമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ പറഞ്ഞത്, വൽ മുഅ്മിനു അഅലമു മിങ്കി. ഒരു മുഅ്മിൻ നിന്നെക്കാൾ അഅലമാണ്, നിന്നെക്കാൾ മഹത്വം ഒരു മുഅ്മിനിനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പവിത്രമായ കഅബാലയത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു മുഅ്മിൻ, സാധാരണ ഒരു മുഅ്മിനിന് കഅബാലയത്തെക്കാൾ മഹത്വവും പ്രാധാന്യവും ഉണ്ടെന്ന് പറയുമ്പോൾ ആ മുഅ്മിനെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും, മുഅ്മിനെ കുത്തിനോവിക്കരുതെന്നും, മുഅ്മിനെ വിഷമിപ്പിക്കരുതെന്നും, മുഅ്മിനെ വല്ലാതെ ആക്രമിക്കരുതെന്നും ഉപദ്രവിക്കരുതെന്നും പരദൂഷണം പറയരുതെന്നും ഏഷണി പറയരുതെന്നും, ഒരു മുഅ്മിനെ ഒരു നിലയിലും വേദനിപ്പിക്കരുത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മഹാനായ മമ്മിക്കുട്ടി ഹസ്രത്ത് അവറുകൾ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ന് മാത്രം പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ പേരുകൾ പറയുകയും ചിലരെ പറയാതിരിക്കുകയും ചെയ്താൽ പറയാതിരിക്കുന്നവർക്ക് ഇൻകിസാറുൽ കൽബ് വരും. അങ്ങനെ ഇൻകിസാറുൽ കൽബ്, ഹൃദയത്തിന് ഒരു വിഷമം വരും. അങ്ങനെ വന്നാൽ അത് നരകത്തിൽ പോകാൻ കാരണമായി പോകും. അതുകൊണ്ട് ഞാൻ ചിലരുടെ പേര് പറഞ്ഞു, ചിലരുടെ പേര് ഉപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പ്രസംഗിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എന്ന് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെ പേരൊക്കെ എടുത്ത് പറയുന്നത് സാധാരണയാണ്. അങ്ങനെ പറയുമ്പോൾ ചിലരെ വിട്ടുപോയാൽ അവർക്ക് വേദന ഉണ്ടാകുന്നത് പോലും മഹാന്മാർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, അങ്ങനത്തെ മഹാന്മാരെ പിന്തുടരുന്നു എന്ന് പറയുകയും ആലിമീങ്ങളെയും മൗലിയാക്കളെയും മഹാരഥന്മാരെയും കുത്തിപ്പറയുകയും ആക്ഷേപിക്കുകയും അവരെ കുറ്റം പറയുകയും പരദൂഷണം പറയുകയും സൗകര്യം കിട്ടുമ്പോഴൊക്കെ വേദനിപ്പിക്കുകയും ചെയ്തിട്ട് ഞാൻ ഷെയ്ഖിന്റെ മുരീദാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന, അല്ലാഹുവിന്റെ റസൂല് കഅബാലയത്തിനേക്കാൾ മഹത്വം നൽകിയ മുഅ്മിനിനെ നിസാരമായി കാണുന്നവരുടെ പരിണിത ഫലം എന്തായിരിക്കും എന്ന് നാം ഏവരും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. മുഅ്മിനെ ബഹുമാനിക്കാൻ ആദരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അസ്സലാമു അലൈക്കും.